തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അധ്യാപികയ്ക്കെതിരെ നടപടിക്ക് നീക്കം. ABVPയുടെ പരാതി പ്രകാരം പ്രിൻസിപ്പൽ അന്വേഷണം ആരംഭിച്ചു. അതേസമയം കേരളവർമ്മ കോളേജിന്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു തന്റെ പ്രതികരണമെന്ന് ദീപാ നിശാന്ത് പറഞ്ഞു. തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിച്ച ഫേസ്ബുക്കിൽ പ്രതികരിച്ച മലയാള വിഭാഗത്തിലെ അധ്യാപിക ദീപാ നിശാന്തിനെതിരെ നടപടിക്കുള്ള നീക്കമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, മാനേജർ രാജലക്ഷ്മി എന്നിവർ അറിയിച്ചു. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പാളിനോട് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. കേരളവർമ്മ കോളേജിന്റെ മതേതര സ്വഭാവം നിലനിർത്താൻ വേണ്ടിയാണ് തന്റെ എഴുത്തെന്ന് ദീപാ നിശാന്ത് പറഞ്ഞു. താൻ 7 വർഷം പഠിച്ച ക്യാമ്പസാണ് കേരളവർമ്മ. സാമൂഹ്യ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയല്ല തന്റെ പ്രതികരണമെന്നും അധ്യാപിക വ്യക്തമാക്കി. തൃശ്ശൂരിലെ മറ്റ് ക്യാമ്പസുകളിൽ ഒന്നുമില്ലാത്തൊരു മതേതര സ്വഭാവ ക്യാമ്പസിലുണ്ട്. അങ്ങനെയുള്ള ഒരിടത്ത് ഇത്തരം സംഭവത്തില് ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു. അത് പല രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടത്. നമ്മൾ ഒരിക്കലും ഒരു സാമ്പത്തിക സംഘർഷത്തിന് വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. ദാദ്രി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസമാണ് ക്യാമ്പസിൽ SFI ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. തുടർന്ന് ABVP SFI പ്രവർത്തകർ ഏറ്റുമുട്ടുകയും കോളേജ് യൂണിയൻ ഓഫീസിന് തീയിടുകയും ചെയ്തിരുന്നു. ABVPയുടെ പരാതി പ്രകാരമാണ് ദീപ ടീച്ചർക്കെതിരെ പ്രിൻസിപ്പലിന്റെ അന്വേഷണം. ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച 6 പേർക്കെതിരെ മാത്രം നടപടിയെടുത്ത കോളേജ് അധികൃതരുടെ നടപടിക്കെതിരെ SFI സമരരംഗത്താണ്. റിപ്പോർട്ടർ, തൃശൂർ.